നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കരുത് എന്ന നിലപാടിൽ ഉറച്ച വി.ഡി. സതീശൻ. വിവാദ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിരോധം ശക്തമാക്കുമ്പോൾ രാഹുലിന്റെ സാന്നിധ്യം പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തുമെന്ന് വിലയിരുത്തൽ. വിവാദ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വി.ടി. ബൽറാമിനെ സംരക്ഷിച്ച് കെ.പി.സി.സി. പോസ്റ്റ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത വിഭാഗത്തിന്റെ പിഴവെന്ന് വി.ടി. ബൽറാം. കേരള ഹൈക്കോടതിക്കെതിരെ അതൃപ്തി രേഖപ്പെടുത്തി സുപ്രീം കോടതി. ക്രിമിനൽ കേസുകളിൽ സെഷൻസ് കോടതിയെ മറികടന്ന് നേരിട്ട് മുൻകൂർ ജാമ്യം നൽകുന്നുവെന്ന് വിമർശനം. ഈ സാഹചര്യം മറ്റൊരു കോടതികളിലും ഇല്ലെന്നും പരാമർശം. നിയമവശങ്ങൾ പരിശോധിക്കാനായി കോടതിയെ സഹായിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയമിച്ചു. ശക്തന്റെ തട്ടകത്തെ ഇളക്കിമറിക്കാൻ മടകളിൽ പുലികൾ ഒരുങ്ങുന്നു. തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിൽ. തൃശൂർ നഗരത്തെ വിറപ്പിക്കാനായി 9 പുലിമടകളിൽ നിന്നിറങ്ങുന്നത് 450-ലധികം പുലികൾ. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര നാളെ. കാസർഗോഡ് കുമ്പളയിൽ താൽക്കാലിക ടോൾ ഗേറ്റ് നിർമ്മാണത്തിനെതിരെ വൻ ജനകീയ പ്രതിഷേധം. മഞ്ചേശ്വരം എം.എൽ.എയുടെ നേതൃത്വത്തിൽ ആയിരങ്ങൾ ദേശീയപാത ഉപരോധിക്കുന്നു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് മലപ്പുറം തിരുവാലി സ്വദേശിനി ശോഭ. സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ മരിച്ചത് 5 പേർ. അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണമില്ല എന്ന് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം. ഒരു സംവിധാനവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ സന്നിധാനത്ത് കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്ന സംഘമെന്ന് ഭാരവാഹികൾ. ക്ഷണിക്കാത്തതിന് പിന്നിൽ സംഘടനയിലെ അഭിപ്രായ വ്യത്യാസമെന്ന് ദേവസ്വം ബോർഡ്. വിശദമായ വാർത്തകളിലേക്ക്. ക്രിമിനൽ കേസുകളിൽ നേരിട്ട് മുൻകൂർ ജാമ്യം നൽകുന്ന കേരള ഹൈക്കോടതിയുടെ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തി സുപ്രീം കോടതി. സെഷൻസ് കോടതിയെ മറികടന്ന് ഹൈക്കോടതി നേരിട്ട് ജാമ്യം നൽകുന്നുവെന്ന് സുപ്രീം കോടതി വിമർശിച്ചു. വിഷയത്തിൽ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് നോട്ടീസ് അയച്ചു. നിയമവശങ്ങൾ പരിശോധിക്കാനായി കോടതിയെ സഹായിക്കാൻ അമിക്കസ് ക്യൂറിയെയും നിയമിച്ചു. പോക്സോ കേസിൽ ഉൾപ്പെട്ടവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്താണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് കേരള ഹൈക്കോടതിക്കെതിരെ വിമർശനമുയർന്നത്. സെഷൻസ് കോടതിയെ മറികടന്ന പല കേസുകളിലും ഹൈക്കോടതി നേരിട്ട് മുൻകൂർ ജാമ്യം നൽകുന്നുവെന്ന് കോടതി വ്യക്തമാക്കി. രാജ്യത്ത് മറ്റൊരു ഹൈക്കോടതിയിലും സമാനമായ സാഹചര്യമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി ആദ്യം സമീപിക്കേണ്ടത് സെഷൻസ് കോടതിയാണ്. എന്നാൽ കേരള ഹൈക്കോടതിയിൽ മാത്രം അതുണ്ടാകുന്നില്ല എന്ന് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് വിമർശിച്ചു. ക്രിമിനൽ നടപടി ചട്ടപ്രകാരവും ഭാരതീയ ന്യായ സംഹിത പ്രകാരവും പാലിക്കേണ്ട നടപടിക്രമങ്ങൾ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല. മുൻകൂർ അപേക്ഷയുടെ കാര്യത്തിൽ പാലിക്കേണ്ട രീതി ഹർജിയുമായി സെഷൻസ് കോടതിയിലേക്ക് പോകുക എന്നുള്ളതാണ്. സെഷൻസ് കോടതി നിരാകരിച്ചാൽ മാത്രമാണ് ഹൈക്കോടതിയിലേക്ക് എത്തേണ്ടത്. എന്നാൽ കേരളത്തിലെ കേസുകളിൽ നേരിട്ട് ജാമ്യഹർജി എത്തുന്നത് ഹൈക്കോടതിയിലേക്കാണ്. കീഴ്ക്കോടതികളെ മറികടന്ന് ഹൈക്കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയ കോടതി നിയമവശങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. വിഷയത്തിൽ കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ നോട്ടീസ് അയച്ച സുപ്രീം കോടതി സഹായിക്കാൻ അമിക്കസ് ക്യൂറിയെയും നിയോഗിച്ചു. മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂഥ്രയാണ് അമിക്കസ് ക്യൂറി. വിഷയം ഒക്ടോബർ 14 സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കരുത് എന്ന നിലപാടിൽ ഉറച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിവാദ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിരോധം ശക്തമാക്കുമ്പോൾ രാഹുലിന്റെ സാന്നിധ്യം പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തും എന്നാണ് വിലയിരുത്തൽ. ഈ വാദമുയർത്തി പാർട്ടിക്കുള്ളിലെ എതിർ ശബ്ദങ്ങളെ നേരിടുകയാണ് നേതൃത്വം. ഈ മാസം 15-ാം തീയതി മുതൽ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കണമോ എന്നതിൽ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ തർക്കം തുടരുകയാണ്. എന്നാൽ കടലിളകി വന്നാലും തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നു. രാഹുൽ വിഷയത്തിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ ഉയരുന്ന എതിർ സ്വരങ്ങളെ നേരിടുകയാണ് ഈ പ്രസ്താവനയിലൂടെ വി.ഡി. സതീശൻ ചെയ്യുന്നത്. രാഹുലിന്റെ കാര്യത്തിൽ തുടക്കത്തിലെടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയാൽ CPM-നും BJP-ക്കും അത് ആയുധമാകുമെന്ന വിലയിരുത്തലുണ്ട്. പാർട്ടിക്കുള്ളിൽ തന്റെ നേതൃപാടവും ചോദ്യം ചെയ്യപ്പെടുകയും തനിക്കെതിരെ തക്കം പാർത്തിരിക്കുന്നവർക്ക് മുന്നിൽ കീഴടങ്ങേണ്ടിയും വരുമെന്നതിനാൽ പിന്നോട്ടു പോകാൻ വി.ഡി. സതീശൻ തയ്യാറല്ല. സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങളിലാണ് സഭയ്ക്കുള്ളിൽ പ്രതിഷേധത്തിന് UDF തയ്യാറെടുക്കുന്നത്. ഈ വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലുണ്ടായാൽ
പ്രതിപക്ഷ പ്രതിഷേധം ദുർബലപ്പെടുമെന്ന വാദം നേതൃത്വം പാർട്ടിക്കുള്ളിൽ ഉയർത്തും. എ ഗ്രൂപ്പ് ഉൾപ്പെടെ രാഹുലിനായി മുറവിളി കൂട്ടുന്നവരെ ഈ വാദമുയർത്തി തണുപ്പിക്കാനാണ് നീക്കം. അതേസമയം സഭയിൽ പങ്കെടുക്കണമോ മാറി നിൽക്കണമോ എന്നത് രാഹുൽ സ്വയം തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് എ ഗ്രൂപ്പ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിവാദ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ VT ബൽറാമിനെ സംരക്ഷിച്ച KPCC നേതൃത്വം. ബൽറാം ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതല രാജിവെച്ചിട്ടില്ല എന്നും പാർട്ടി യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. VT ബൽറാമിനെ തേജോവധം ചെയ്യാൻ ഇടതുപക്ഷവും മാധ്യമങ്ങളും ശ്രമിക്കുകയാണെന്നും ആരോപണം ഉന്നയിച്ചു. അതേസമയം പോസ്റ്റ് തന്റെ അറിവോടെയല്ല എന്നും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത വിഭാഗത്തിന്റെ പിഴവാണെന്നും ചൂണ്ടിക്കാട്ടി ബൽറാം KPCC നേതൃത്വത്തിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് GST വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിയോടുള്ള പ്രതികരണമായി കോൺഗ്രസിന്റെ കേരള ഘടകത്തിൽ വന്ന സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വിവാദമായത്. ബീഹാറും ബീഡിയും തുടങ്ങുന്നത് ബിയിൽ നിന്നാണ് എന്നായിരുന്നു എക്സിൽ കുറിച്ചത്. പോസ്റ്റ് വിവാദമായതോടെ പിൻവലിച്ചെങ്കിലും ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയുള്ള VT ബൽറാം പ്രതിക്കൂട്ടിലാകുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര സമാപിച്ചതിന് തൊട്ടു പിന്നാലെ വന്ന പോസ്റ്റിൽ ബീഹാറിനെ കോൺഗ്രസ് ഇകഴ്ത്തിക്കാട്ടി എന്ന ആക്ഷേപമുയർത്തി ദേശീയതലത്തിൽ വലിയ ചർച്ചയായതോടെ കേരള ഘടകം പ്രതിരോധത്തിലായി. VT ബൽറാം ഡിജിറ്റൽ മീഡിയയുടെ ചുമതല ഒഴിഞ്ഞതായി വാർത്തയും വന്നു. പോസ്റ്റിനെതിരെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പോലും കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. പോസ്റ്റ് കൈകാര്യം ചെയ്തതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് KPCC അധ്യക്ഷൻ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ തന്റെ അറിവോടെയല്ല പോസ്റ്റെന്നും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തവർക്ക് പറ്റിയ പിഴവാണെന്നും ചൂണ്ടിക്കാട്ടി ബൽറാം KPCC നേതൃത്വത്തിന് വിശദീകരണം നൽകി. ദേശീയതലത്തിലെ പ്രതികരണങ്ങൾ സ്വന്തം നിലയിൽ വേണ്ട എന്ന് നേതൃത്വം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് VT ബൽറാമിനെ സംരക്ഷിച്ച് KPCC നേതൃത്വം രംഗത്ത് വന്നത്. ബൽറാം രാജിവെച്ചിട്ടില്ലെന്നും ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതല തുടരുമെന്നും പാർട്ടി യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തവർക്ക് തെറ്റുപറ്റിയപ്പോൾ അത് ഉടൻ തിരുത്തിച്ചു. പക്ഷേ VT ബൽറാമിനെ CPM-ഉം മാധ്യമങ്ങളും തേജോവധം ചെയ്യുകയാണെന്നും സണ്ണി ജോസഫ് വിമർശിച്ചു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഡിജിറ്റൽ മീഡിയ സെൽ ഉടൻ പുനഃസംഘടിപ്പിക്കുമെന്നും KPCC അധ്യക്ഷൻ അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരൻ സന്ദീപിന്റെ ചവറ തെക്കും ഭാഗത്ത് വീട്ടിലേക്കാണ് പ്രതിഷേധം. സന്ദീപിന്റെ വീടിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പ്രതിഷേധക്കാരെ പോലീസ് തടയുന്നു. സുധീഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, പ്രതിഷേധം കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. അവിടെ സ്ഥിതി എങ്ങനെയാണ്? ഒരു സംഘർഷാവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഒരു പ്രതിഷേധ മാർച്ച് രാവിലെ ഈ സന്ദീപിന്റെ വീടിന് മുന്നിലേക്ക് നടത്തിയത്. വീടിന് മുന്നിൽ തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞിരുന്നു. എന്നാൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഈ വീടിന് സമീപത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും തുടർന്ന് പ്രതിഷേധക്കാർ പോലീസും തമ്മിൽ ഏറ്റവും മുൻപും തള്ളുമുണ്ടായി. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളും കാണാമായിരുന്നു. ഏറെ നേരം പോലീസുമായി ഈ വാക്കേറ്റ ശ്രമങ്ങളും മറ്റുമൊക്കെ ഇവിടെ നടന്നു. ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചു. പ്രവർത്തകർ പിൻവാങ്ങാതെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ പോലീസ് കൂടുതൽ ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രദേശത്ത് വൻ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ അതായത് സന്ദീപിനെ, പോലീസുകാരെ സസ്പെൻഷനിലായ സന്ദീപിനെ പുറത്താക്കും വരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും സമരം കൂടുതൽ ശക്തമാക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്യുന്നത്. ശരി സുധീഷ്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. വിവരങ്ങളുമായി ചേരുകയായിരുന്നു സുധീഷ് കുമാർ. ദേശീയപാതയിൽ കാസർഗോഡ് കുമ്പള ആരിക്കാടിയിൽ താൽക്കാലിക ടോൾ ബൂത്ത് നിർമ്മാണത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ ബഹുജന പ്രതിഷേധം. ആയിരങ്ങൾ അണിനിരുന്ന ജനകീയ പ്രതിഷേധ പ്രകടനം ടോൾ ഗേറ്റ് പരിസരത്ത് പോലീസ് തടഞ്ഞത് ഉന്തിനും തള്ളിനും ഇടയാക്കി. ബഹുജന മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുകയാണ്. അനൂപ്, സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥയാണോ? ജനങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ടോ? എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദേശീയപാതയിലെ താൽക്കാലിക ടോൾ ബൂത്ത് നിർമ്മാണത്തിനെതിരെയുള്ള ജനകീയ പ്രതിഷേധം, ബഹുജന മാർച്ച്, ആ ഒരു സമര പ്രതിഷേധം 1.5 മണിക്കൂറോളം നീണ്ടുനിന്നു. അല്പസമയം മുൻപ് സമരം അവസാനിച്ചു. ഇതിന് നേതൃത്വം നൽകിയ മഞ്ചേശ്വരം MLA AKM അഷറഫ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കുമ്പള ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടോൾ ഗേറ്റ് പരിസരത്ത് തടഞ്ഞതോടെ സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ടോൾ ഗേറ്റ് നിർമ്മാണം നിർത്തിവെക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. നാളെ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കാര്യം
അതായത് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ സമർപ്പിച്ച ഹർജി നാളെ, ആക്ഷൻ കമ്മിറ്റി സമർപ്പിച്ച ഹർജി നാളെ പരിഗണിക്കും. ഇതിലെ തീരുമാനമനുസരിച്ച് തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന ഒരു അറിയിപ്പുമാണ് ഇപ്പോൾ വരുന്നത്. ഒരു ടോൾ പ്ലാസയ്ക്ക് ശേഷം 60 കിലോമീറ്റർ കഴിഞ്ഞു മാത്രമേ മറ്റൊരു ടോൾ ബൂത്ത് പാടുള്ളൂ എന്ന ദേശീയപാത ചട്ടം നിലനിൽക്കവേ ഇത് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുമ്പള ആരിക്കാടിയിൽ ടോൾ ബൂത്ത് നിർമ്മാണം നടക്കുന്നത്. നിലവിൽ തലപ്പാടിയിൽ ടോൾ ബൂത്ത് സംസ്ഥാന അതിർത്തിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നും 20 കിലോമീറ്റർ കഴിഞ്ഞാണ് ഇപ്പോൾ താൽക്കാലിക ടോൾ ബൂത്ത് നിർമ്മിക്കുന്നത്. ഇതിനെതിരെയാണ് ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടുകൂടിയുള്ള ഈ ബഹുജന സമരത്തിൽ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ ഭൂരിഭാഗം വരുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളും പ്രതിഷേധം അറിയിച്ചുകൊണ്ട് റോഡിലേക്ക് എത്തി. അവർ ടോൾ ബൂത്ത് നിർമ്മിക്കുന്ന സ്ഥലത്തെത്തി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ശ്രീജ. ശരി അനൂപ്, എന്തായാലും കുമ്പളയിൽ താൽക്കാലിക ടോൾ ബൂത്ത് നിർമ്മാണത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അനൂപ് നീലേശ്വരം. 20-ാം തീയതി നടക്കാനിരിക്കുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന് ക്ഷണമില്ല. കത്ത് നൽകുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി കൊയ്യം ജനാർദ്ദനൻ പറഞ്ഞു. വർഷങ്ങളായി സന്നിധാനത്ത് വേണ്ട സഹായങ്ങൾ നൽകി വരുന്ന സംഘടനയായിട്ടും ക്ഷണമുണ്ടായില്ല എന്ന് സേവാ സംഘം പ്രവർത്തകർ വ്യക്തമാക്കി. ആഗോള സംഗമത്തിൽ ഇതുവരെയായി അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന് ക്ഷണിക്കുകയോ ഒരു കത്ത് തരികയോ ചെയ്തിട്ടില്ല. ഈ സംഗമത്തിൽ അയ്യപ്പ സേവാ സംഘം ഗുരുസ്വാമിമാരില്ലാതെ എന്ത് ആഗോള അയ്യപ്പ സംഗമം? ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുസ്വാമിമാരാണ്. നമുക്കറിയാം, മറ്റുള്ള സംസ്ഥാന ആന്ധ്രയിലും തെലങ്കാനയിലും കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ പറഞ്ഞാൽ അവിടെ ഗുരുസ്വാമിമാരാണ് ദൈവം. ആ രീതിയിലാണ് ഗുരുസ്വാമിമാരെ കാണുന്നത്. ഈ ഗുരുസ്വാമിമാരെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് ഒരുപാട് ഗുരുസ്വാമിമാർ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശിനി എം ശോഭനയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഈ മാസം 4-നാണ് വണ്ടൂർ തിരുവാലി സ്വദേശിനി ശോഭനയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. അബോധാവസ്ഥയിലായ 54-കാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന ശോഭന ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങി. രോഗം സ്ഥിരീകരിച്ച ശേഷം തിരുവാലിയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരുന്നു. രോഗബാധിതരായ 2 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഈ മാസം മരിച്ചത്. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1 മാസത്തിനിടെ മരിച്ചവരുടെ എണ്ണം 5ആയി. രോഗം സ്ഥിരീകരിച്ച 10 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 2 പേർ കുട്ടികളാണ്. മുതിർന്ന 8 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഒരാൾ രോഗമുക്തമായതിനാൽ ഉടൻ ഡിസ്ചാർജ് ചെയ്യുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള തൃശൂരിലെ പുലികളിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിവിധ പുലിമടകളിൽ പുലികളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. പുലികൾക്കുള്ള മെയ്യെഴുത്ത് അവസാന ഘട്ടത്തിലെത്തി. 9 പുലിമടകളിൽ നിന്നായി 450-ലധികം പുലികൾ ഇന്ന് വൈകുന്നേരം തൃശൂർ നഗരത്തെ വിറപ്പിക്കാനെത്തും. ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുലികളി അതിൻ്റെ ആവേശത്തിലേക്ക് അടുക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, നമ്മൾ ഈ ഒരു പുലിയുടെ മുഖങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ ഒരുക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സീതാറാം ദേശം മില്ലിൻ്റെ മുഖങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ ആഘോഷത്തിൻ്റെ ആ ഒരു തുടക്കം, ആരവത്തിൻ്റെ ആ ഒരു തുടക്കം, അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വിവിധ തരത്തിലുള്ള മുഖങ്ങളുണ്ട്, വിവിധ തരത്തിലുള്ള നിറങ്ങളിലുള്ള മുഖങ്ങളുണ്ട്, വിവിധ തരത്തിലുള്ള ഈ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള നിറങ്ങൾ, ചായങ്ങൾ തേച്ച പുലികൾ ഇറങ്ങാൻ കാത്തിരിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ആഘോഷമായി മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു പുലികളി. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ തേക്കിൻകാട് മൈതാനിയിലേക്ക് വലിയ രീതിയിൽ പുലികൾ എത്തും. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ടീമാണ് പുലികളാണ് ഇത്തവണ ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലും അതുപോലെ തന്നെ തേക്കിൻകാടുമൊക്കെ എത്തുന്നത്. 9 ടീമുകളുണ്ട് എന്നുള്ളതാണ് ഈ ഒരു തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷം, വലിയ രീതിയിലുള്ള സസ്പെൻസുകൾ, ടാബ്ലോകൾ, നിശ്ചല ദൃശ്യങ്ങൾ, അത്തരത്തിലുള്ള എല്ലാം
ഇത്തവണത്തെ പുലികളിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ചായത്തിൻ്റെ മിനുക്കുപണി, അതുപോലെ ഈ ശരീരത്തിൽ ചായം തേക്കുന്ന പണികൾ, ഇതൊക്കെ തന്നെ തുടർന്നിട്ടുണ്ട്. ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയോടുകൂടി തന്നെ ഓരോ പുലികളെയും അണിയിച്ചൊരുക്കുക, ചായം തേച്ച് അവരെ വളരെ വർണ്ണാഭമായ രീതിയിൽ തന്നെ ഒരുക്കിയെടുത്ത് ആളുകൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പുലികളി കൊണ്ട് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വലിയ കുടവയറും ഈ ഒരു അരമണിയും ഒക്കെ അത്തരത്തിൽ വളരെ വർണ്ണാഭമായി വരുന്ന ഒരു പുലിയെ കാണാൻ വലിയ ചന്തമാണ്. ആളുകൾ ഇതിൻ്റെ പൂരപ്രേമികളെ പോലെ തന്നെ പുലികളി പ്രേമികളുമുണ്ട്. അവരൊക്കെ എത്തി ഇത് കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. ചേട്ടാ എവിടെ നിന്ന് വരുന്നത്? ചേട്ടാ നന്ദിക്കര. എത്ര വർഷമായി? 8 വർഷം. 8. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ പുലികൾ? എങ്ങനെയാണ്? പൊരിക്കും. കപ്പടിക്കും. മകനുണ്ട് കൂടെ. മകനുണ്ട്. കപ്പടിക്കും. വലിയ പ്രതീക്ഷയാണ്. എങ്ങനെ കാണുന്നു ഈ, അതായത് ഇപ്പൊ കുറെ വർഷമായല്ലോ അല്ലേ? എത്ര വർഷമായി? 8 വർഷം. 5 വർഷം. 8 വർഷമായി. 8 വർഷം ഇവിടെ തന്നെ ആയിരുന്നു? അല്ല, മാറി വരും. മാറി അതാണ് 8 വർഷമായി ചേട്ടൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മാറി ഓരോ ആളുകളും പല ദേശങ്ങൾക്ക് വേണ്ടി പുലി കളിക്കുകയാണ്. എന്തായാലും ആവേശത്തോടു കൂടി തന്നെയാണ് ആളുകൾ ഇതിനെ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് 4 മണിക്ക് പൂരപ്പറമ്പ് പോലെ ആയിരിക്കും ഈ ഒരു തേക്കിൻകാട് മൈതാനം. അത്രത്തോളം ജനനിബിഡമായിരിക്കും. ഓരോ ദേശത്തിൻ്റെയും ഈ ഒരു പുലികളിയും അവരുടെ നിശ്ചല ദൃശ്യങ്ങളൊക്കെ കാണാൻ വേണ്ടി അത്രത്തോളം ആളുകളാണ് നടുവിലാൽ ഭാഗത്ത് തടിച്ചുകൂടുക. എന്തായാലും ആ ഒരു ദൃശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളെപ്പോലെ ഈ ഒരു ആളുകളും കാത്തിരിക്കുന്നത്. എന്തായാലും വൈകിട്ടോടുകൂടി ആ പുലികളി കൃത്യമായി തന്നെ നമുക്ക് കണ്ട് ആസ്വദിക്കാം. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം നാളെ സമാപിക്കും. ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര നാളെ വെള്ളയമ്പലത്ത് നിന്ന് ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കും. തലസ്ഥാന നഗരിക്ക് കാഴ്ചവിരുന്നായി 1000-ൽ പരം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. 60ഓളം ഫ്ലോട്ടുകളും പരിപാടിയുടെ ഭാഗമാകും. ഘോഷയാത്രയോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം തലസ്ഥാന നഗരിയിൽ പ്രാദേശിക അവധിയാണ്. കൽപ്പറ്റ MLA ടി സിദ്ദിഖിന് ഇരട്ട വോട്ടെന്നാരോപിച്ച് CPM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിലും കൽപ്പറ്റ നഗരസഭയിലുമാണ് വോട്ടർ പട്ടികയിൽ വോട്ടുകളുള്ളത്. ഒരു ജനപ്രതിനിധി കള്ളവോട്ട് ചേർക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്നതും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണെന്നും കെ റഫീഖ് വ്യക്തമാക്കി. ഇവിടെ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവുമാണ്. സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൽപ്പെട്ടവരെല്ലാം വളരെ സുതാര്യമായിട്ടും ജനാധിപത്യപരമായിട്ടുമാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ജനാധിപത്യ വിരുദ്ധമായി, നിയമവിരുദ്ധമായി 2ഇടത്ത് അദ്ദേഹത്തിന് വോട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് കൂട്ടിച്ചേർത്തതാണ്. കൽപ്പറ്റ നഗരസഭയിൽ ഓണിവയൽ ഡിവിഷനിൽ അദ്ദേഹം വോട്ട് കൂട്ടിച്ചേർത്തതാണ്. രാജ്യവ്യാപകമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന. ജമ്മു കശ്മീർ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലാണ് പരിശോധന. 22 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ഭീകരവാദ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. ജമ്മു കശ്മീരിനെ കൂടാതെ ബീഹാർ, മഹാരാഷ്ട്ര, തമിഴ്നാട്, UP എന്നിവിടങ്ങളിലാണ് പരിശോധന ഉണ്ടായത്. ബീഹാറിൽ 8 ഇടത്തു നിന്നും ജമ്മു കശ്മീരിൽ 9 ഇടത്തു നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ജനുവരിയിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർ നടപടിയാണിത്. അതിനിടെ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച പാക് അധീന പഞ്ചാബിൽ നിന്നുള്ള സിറാജ് ഖാനെ BSF കസ്റ്റഡിയിലെടുത്തു. ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട് ലോറി ഉടമയും യൂട്യൂബറുമായ മനാഫ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. ബെൽത്തങ്കടിയിലെ ഓഫീസിലാണ് ഹാജരായത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനും കേസുമായി ബന്ധപ്പെട്ട് കയ്യിലുള്ള തെളിവുകളും ഡിജിറ്റൽ രേഖകളും ഹാജരാക്കാനും SIT നിർദ്ദേശിച്ചിരുന്നു. ഹാജരായില്ല എങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് മനാഫ് ചോദ്യം ചെയ്യലിനായി ധർമ്മസ്ഥലയിലെത്തിയത്. നേരിടും. കാരണം ഇത് സത്യത്തിൻ്റെ പോരാട്ടമാണ്. ഒരുപാട് അമ്മമാരെ കണ്ണീരിൻ്റെ പോരാട്ടമാണ്. ആ പോരാട്ടം എന്തായാലും ഇതിൻ്റെ അവസാനം വരെ പോകും. ഇന്നത്തെ അപ്ഡേറ്റോട് പറഞ്ഞു. ഇന്ന് കസ്റ്റഡി മർദ്ദനത്തിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. സേനയിൽ നിലനിർത്താൻ യോഗ്യതയില്ലാത്ത ചിലരുണ്ട്, അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെ ചില നമുക്ക് ഗവൺമെന്റിനും സമൂഹത്തിനും ദോഷപ്പേരുണ്ടാക്കുകയും ഈ സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട്. അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചല്ലോ. ആഗോള അയ്യപ്പ സംഗമത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. യഥാർത്ഥ ഭക്തന്മാർ പങ്കെടുക്കുമെന്നും വ്യാജമായി അഭിനയിച്ച് നടക്കുന്നവർ പങ്കെടുക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.
യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരെല്ലാം പങ്കെടുക്കും. സുരേഷ് ഗോപി പങ്കെടുത്തില്ലെന്ന് വിചാരിച്ചിട്ട് അയ്യപ്പ സംഗമത്തിന് ഒന്നും സംഭവിക്കാനില്ല. അതാണ് ഞാൻ പറയാം, യഥാർത്ഥ ഭക്തന്മാർ പങ്കെടുക്കും. വ്യാജമായിട്ട് ഭക്തനാണെന്ന് അഭിനയിച്ചുകൊണ്ട് നടക്കുന്നവർ പങ്കെടുക്കില്ല. 2025 സംസ്ഥാന അധ്യാപക അവാർഡുകൾ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി വിഭാഗങ്ങളിൽ 5 അധ്യാപകരെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4 അധ്യാപകരെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 അധ്യാപകരെയും അവാർഡിനായി തെരഞ്ഞെടുത്തു. പാഠ്യേതര രംഗങ്ങളിലെ പ്രവർത്തനം പരിഗണിച്ചും മാതൃകാ ക്ലാസ് അവതരണം, അഭിമുഖം എന്നിവയിലെ പ്രകടനം കൂടി വിലയിരുത്തിയുമാണ് വിദഗ്ധ സമിതി അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അധ്യാപക അവാർഡുകൾ ഈ മാസം 10-ാം തീയതി വൈകുന്നേരം 2:30 തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി. LP വിഭാഗം ശ്രീമതി ബീന ബി, PD ടീച്ചർ, ഗവൺമെന്റ് LP സ്കൂൾ പാട്ടത്തിൽ, തിരുവനന്തപുരം. ശ്രീ ബിജു ജോർജ്, പ്രഥമ അധ്യാപകൻ, സെന്റ് തോമസ് LPS, കൊമ്പയാർ, ഇടുക്കി. ശ്രീ സയ്യിദ് ഹാഷിം, KV LP STAUP സ്കൂൾ, കുന്നുമ്മേൽ, മലപ്പുറം. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാൻ കൗൺസിലിംഗ് നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇതിനായി അധ്യാപകർക്ക് പരിശീലനം നൽകി വരികയാണ്. 80,000 അധ്യാപകരുടെ പരിശീലനം ഡിസംബർ മാസം 31-ന് പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ലഹരി ഉപഭോഗം, സ്വഭാവ വ്യതിയാനം എന്നിവ തിരിച്ചറിഞ്ഞ് കുട്ടികൾക്ക് പ്രാഥമിക കൗൺസിലിംഗ് പിന്തുണ നൽകുവാൻ അധ്യാപകരെ സജ്ജമാക്കുന്ന പ്രവർത്തനം നടന്നുവരികയാണ്. 120 അധ്യാപകർക്ക് മാസ്റ്റർ ട്രെയിനിമാർ എന്ന നിലയ്ക്ക് ക്ലാസുകൾ നൽകി. 80 പേർ അടങ്ങുന്ന 2ാം ബാച്ചിന് ഈ മാസം 15, 16, 17 തീയതികളിൽ തിരുവനന്തപുരത്ത് പ്രത്യേക പരിശീലനം നൽകും. ഈ മാസ്റ്റർ ട്രെയിനർമാരിലൂടെ 80,000 അധ്യാപകർക്ക് പരിശീലനം ഡിസംബർ മാസം 31-ന് പൂർത്തീകരിക്കും. മുഖ്യമന്ത്രി പോലീസിന്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കുന്നു എന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പാർട്ടി പോലീസിനെ വരുതിയിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു. വരുതിയിൽ വരാത്തവരെ ആക്രമിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ. CPM ആജ്ഞാനുവർത്തികളല്ലാത്ത പോലീസുകാർക്ക് രക്ഷയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഞങ്ങൾ പലപ്പോഴായിട്ട് ഉയർത്തിയ വിഷയം തന്നെയാണ് നിയമസഭയ്ക്കകത്തും പുറത്തും. മുഖ്യമന്ത്രി പോലീസിൻ്റെ അതിക്രമങ്ങളെ ന്യായീകരിക്കുകയാണ്. പാർട്ടി പോലീസിനെ പൂർണ്ണമായിട്ടും വരുതിയിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. വരുതിയിൽ ആരെങ്കിലും നിൽക്കുന്നില്ല, നിയമപരമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവരെ ആക്രമിക്കുകയാണ് മാർക്സിസ്റ്റുകാർ. അത് നമ്മൾ തലശ്ശേരിയിലെ ക്ഷേത്രോത്സവത്തിൻ്റെ സ്ഥലത്ത് കണ്ടു. CPM ആജ്ഞാനുവർത്തികളല്ലാത്ത പോലീസുകാർക്ക് രക്ഷയില്ല. ആജ്ഞാനുവർത്തികളായി നിൽക്കുന്ന പോലീസുകാർ എത്ര നിയമലംഘനം നടത്തിയാലും അവരെ സംരക്ഷിക്കുന്നു. പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അത് കവർന്നെടുക്കുന്ന ചിത്രമാണ് കേരളത്തിൽ കാണുന്നത്. അത് കുന്നംകുളത്തോ അല്ലെങ്കിൽ പീച്ചിയിലോ മാത്രമല്ല, പല സ്റ്റേഷനിലും അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ കോൺഗ്രസ് 10-ാം തീയതി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 15-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലും വളരെ ഗൗരവത്തിൽ ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഇന്ന് പുലർച്ചെ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം പ്രിൻസ് ലൂക്കോസിന്റെ മൃതദേഹം കോട്ടയത്ത് എത്തിച്ചു. സംസ്കാര ചടങ്ങുകൾ ബുധനാഴ്ച നടക്കും. കോട്ടയം പെരുമ്പായിക്കാട് സ്വദേശിയായ പ്രിൻസ് കുടുംബസമേതം വേളാങ്കണ്ണിയിൽ പോയി ട്രെയിനിൽ കോട്ടയത്തേക്ക് മടങ്ങും വഴി തെങ്കാശിയിൽ വെച്ചാണ് ഹൃദയാഘാതമുണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 53 വയസ്സായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. കേരള കോൺഗ്രസ് സ്ഥാപക നേതാക്കളിൽ ഒരാളായ OV ലൂക്കോസിന്റെ മകനാണ് പ്രിൻസ്. യൂത്ത് ഫ്രണ്ടിന്റെയും KSCയുടെയും സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ദീർഘകാലമായി കോട്ടയം ബാറിലെ അഭിഭാഷകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. 5 വർഷത്തിലേറെ സർവീസ് ബാക്കിയുള്ള സ്കൂൾ അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷയായ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാക്കിയ സുപ്രീംകോടതി വിധിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുനഃപരിശോധനാ ഹർജി നൽകും. ടെറ്റ് യോഗ്യത നേടാത്തവർ അധ്യാപക ജോലി അവസാനിപ്പിക്കണമെന്നാണ് സുപ്രീംകോടതി വിധിയിൽ പ്രതിപാദിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണം. വിധി നടപ്പിലാക്കിയാൽ കേരളത്തിലെ 50,000-ഓളം അധ്യാപകരെ അത് ബാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിൽ മേഖലയിലെ യോഗ്യത മാറ്റം വരുത്തുമ്പോൾ നിയമം വരുന്നതിന് മുമ്പുള്ളവർക്ക് സംരക്ഷണം നൽകുക എന്ന കീഴ്വഴക്കം പതിവുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് സർക്കാരോ മോദി സർക്കാരോ ഇതിന് തയ്യാറായില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ജമ്മു കശ്മീർ, ഉത്തർപ്രദേശ്, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. 11 വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
ഈ വർഷത്തെ അവസാനത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റായി US ഓപ്പൺ പുരുഷ സിംഗിൾസിൽ വിജയ കിരീടം സ്വന്തമാക്കി സ്പാനിഷ് സൂപ്പർ താരം കാർലോസ് അൽക്കാരസ്. ലോക റാങ്കിങ്ങിലെ 1ഉം 2ഉം സ്ഥാനക്കാരുടെ മത്സരത്തിൽ ഇറ്റാലിയൻ താരം യാനിക് സിന്നറിനെ വീഴ്ത്തിയാണ് അൽക്കാരസ് കിരീട നേട്ടം സ്വന്തമാക്കിയത്. 2 മണിക്കൂറും 42 മിനിറ്റും നീണ്ട ത്രില്ലറിൽ 6-2, 3-6, 6-1, 6-4 എന്ന സ്കോറിനായിരുന്നു സ്പാനിഷ് താരത്തിന്റെ വിജയം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.